Banshees of Inisherin, one of the most discussed movies of 2022. 2022 ഇറങ്ങിയ ഒരു ഡാർക്ക് ട്രാജിക് കോമഡിയാണ് ബാൻഷീസ് ഓഫ് ഇനിഷറിൻ. മാർട്ടിൻ മക്ഡോണ ഡയറക്റ്റ് ചെയ്ത ബാൻഷീസ് ഓഫ് ഇനിഷറിൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ റിമോട്ട് ഐലൻഡ് ഇൻ അയർലാൻഡ്. കോളിൻ ഫെയർവെൽ അവതരിപ്പിക്കുന്ന കോം ആൻഡ് ബ്രണ്ടൻ ഗ്ലീസൺ അവതരിപ്പിക്കുന്ന പഡ്രേക്ക്, ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് മൂവി പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് ഇവർ തമ്മിലുള്ള ബ്രേക്കപ്പ്, അതായത് പിരിഞ്ഞു പോകുന്നതിനെ കുറിച്ചാണ് കഥ. ഐറിഷ് സിവിൽ വാർ നടക്കുന്ന ടൈമിലാണ് കഥ നടക്കുന്നത്. സോ ഈ രണ്ട് ഫ്രണ്ട്സും തമ്മിൽ ക്ലോസ് ഫ്രണ്ട്സ്. ആൻഡ് ഒരു ദിവസം പെട്ടെന്ന് ഇവർ ബ്രേക്കപ്പ് ആകുമ്പോൾ പിരിയും. സോ ദിസ് ഐലൻഡ് റിമോട്ട് ഐലൻഡാണ് എന്ന് വെച്ചാൽ ഒത്തിരി പേരൊന്നുമില്ല, നമുക്ക് പുതിയ ആൾക്കാരെ കാണാനുള്ളൊരു ഇതൊന്നുമില്ല. ദർ ഇസ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് വി ഹാവ് ടു ലിവ് വിത്ത് ദാറ്റ്. സോ ഇതുപോലെ ഒരു പ്ലേസിൽ ഒരു ഫ്രണ്ടിനെ നഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഒരു വലിയൊരു കാര്യമാണ്. സോ ഇത് ഒരു സിവിൽ വാർ ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ പിരിയുന്നത്, ഒരാൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, മറ്റൊരാൾക്ക് അത് വേണ്ട, ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യണ്ട, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കഥയാണിത്. കോളിൻ ഫെയറലിൻ്റെ ക്യാരക്ടർ പെട്ടെന്ന് പഡ്രേക്കിനോട് മിണ്ടാതിരുന്നപ്പോൾ അവർക്ക് പഡ്രേക്കിന് അത് ഉൾക്കൊള്ളാനാവുന്നില്ല. അതിനുശേഷം വരുന്ന പല സിറ്റുവേഷനും സിമ്പിളായി അവതരിപ്പിക്കുകയാണ് ഈ മൂവി. സ്ലോ പേസ്ഡാണ് ഈ മൂവി പോകുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിക്കുന്ന പ്ലോട്ട് ട്വിസ്റ്റുകളാണ് ഉള്ളത്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. പക്ഷേ നമുക്ക് ഈ സിനിമ കണ്ടാൽ ഇതെല്ലാം സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നും. പക്ഷേ ഈ ഓരോ സീൻസ് ബൈ സീൻസ് എടുത്ത് നോക്കുമ്പോൾ അത് നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ഓരോ ആൾക്കാരും ഏത് ലെവലിലോട്ട് താഴാനും ഏത് ലെവലിലോട്ടും ഉയരാനും സാധിക്കുമെന്ന് പറയുന്ന ഒരു സിനിമയാണിത്. എന്ത് വേണമെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യാം. അതാണ് ഈ സിനിമയുടെ മെയിനായിട്ടുള്ളത്. ഈ സിനിമയുടെ പ്രോസ് എന്ന് വെച്ചാൽ ഈ മൂവിയുടെ സീനറിയാണ്. ഐറിഷ് ഐലൻഡ്സിൻ്റെ നേച്ചർ ഈസ് ബ്രോട്ട് ടു ലൈഫ് ബൈ ദ സിനിമാറ്റോഗ്രാഫർ. എവറി സീൻസ് ഇൻ ദിസ് മൂവി ഈസ് ബ്യൂട്ടിഫുൾ. രണ്ടാമത് ഉള്ളത് ദ സ്ക്രീൻ പ്രസൻസ് ഓഫ് കോളിൻ ഫെയറൽ ആൻഡ് ബ്രണ്ടൻ ഗ്ലീസൺ. Most of the screen time is dedicated to Colin Farrell and Brendan Gleeson. The strength of their characters and their acts make the movie so believable. Their pair and chemistry, it's super. And finally, audience will feel the film. പിന്നെ നമുക്ക് ഒരു പ്രോ ആയിട്ട് പറയുന്ന സെൻസാണ്. Every scene in the movie is strange, and what is amazing is that it makes sense when we connect what happened before and what comes next makes sense. That's how this movie is built by Martin McDonagh. പിന്നെ നമുക്കൊരു കോൺസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇതിനകത്ത് കുറേ ടോക്സ് ഉണ്ട്, ഫിലോസഫിക്കൽ പോലെ. പിന്നെ നമുക്ക് അത് ഒരു റിഡിക്കുലൈസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല പല കാര്യങ്ങളും. പക്ഷെ വളരെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഭയങ്കര സ്ലോ പേസാണ്. അതുമാത്രമുള്ള ഒരു കോണായിട്ട് പറയാൻ പറ്റുന്നു. പക്ഷേ ഓവറോൾ എടുത്താൽ ഈ മൂവി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു.